ഫാന്റാസ്റ്റിക് ഫോർ പടം ഒട്ടുമിക്ക എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്തു, കാരണം ഇത് ഫുൾ സ്പോയിലേഴ്സ് ആയിരിക്കും. കാരണം പടത്തിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ പടം കാണാത്തവർ പോയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആക്ച്വലി റീസെൻ്റായിട്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ അയൺ ഹാർട്ട് സീരീസിൽ നമ്മുടെ അയൺ ഹാർട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ടോണി ജനർ ആയതുകൊണ്ടാണ് പുള്ളിക്ക് അയൺമാൻ ആവാൻ പറ്റിയെന്ന്. ആക്ച്വലി അത് അങ്ങനെയല്ലാന്ന് നമുക്കറിയാലോ. ടോണി സ്റ്റാർക്ക് വാസ് ഏബിൾ ടു ബിൽഡ് ഇൻ എ കേവ്. നമ്മുടെ ടോണി കഷ്ടപ്പെട്ട് ഓരോരോ പ്രാവശ്യം ഓരോ സ്യൂട്ട് ഉണ്ടാക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഓരോ അപ്ഗ്രേഡുകൾ ഉണ്ടാക്കിയിട്ട് ഇവളൊരു പെണ്ണാണ്, അതുകൊണ്ട് ഇവക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള രീതിക്കായിരിക്കും അയൺ ഹാർട്ട് ഉണ്ടാവുക. അതായത് ഒട്ടുമിക്ക മാർവൽ മൂവീസിൽ ഇപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് കണ്ടുവരുന്നത് ഓവർ ഫെമിനിസം. അതായത് ഒരു പെണ്ണാണ്, അതുകൊണ്ട് അവൾ ഓവർ പവർഡാണ്. മാത്രമല്ല, എന്തുകൊണ്ടാണ് അവർ ഇത്രയും പവർഫുൾ ആയതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻസ് ഒന്നും ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിക്കുന്ന ഓവർ പവർഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സിനൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ സൂസൻ സ്റ്റോം ആ മൊത്തം ഗാലാക്ടസിനെ തന്നെ അങ്ങനെ തള്ളിക്കൊണ്ട് പോകുമ്പോൾ അതാടാ പെണ്ണ്, ആ പെണ്ണ് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാവില്ലേ. അതിനെയാണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ചുമ്മാ ഒരു മെമ്പർ ആ ഗലാക്ടസിനെ അങ്ങനെ പവർ യൂസ് ചെയ്ത് തള്ളിക്കൊണ്ടുപോകുന്ന പോലെ കാണിക്കാതെ ഒരമ്മ തൻ്റെ മകന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കില്ല. ആ അമ്മ തൻ്റെ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ചെയ്തു കൂട്ടുന്നതെന്ന് ആ ഒരു ഇമോഷൻ നമുക്ക് കൺവേ ആവും ആ സീനിൽ. അതുകൊണ്ടാണ് ഈ സീനൊന്നും ആർക്കും ഓവർ ഫെമിനിസം കൂടിയെന്നോ ഒന്നും പറഞ്ഞിട്ടുള്ള ഒരു കുറ്റം ഇതുവരെ വരാത്തത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് പോസ്റ്റ് ക്രെഡിറ്റ് സീനിലേക്ക് വരാം. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഒന്നൊരു കാർട്ടൂൺ പോലത്തെയാണ്. അത് ജസ്റ്റ് അവരുടെ യൂണിവേഴ്സിൽ തന്നെ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ ഒരു കാർട്ടൂൺ പോലുള്ള ഒരു മോണ്ടേജ് പോലെ കാണിച്ചിട്ടുള്ളതാണ്. അതിന് കാര്യമായിട്ട് പറയാനുള്ളതൊന്നുമില്ല. മെയിൻ ആയിട്ടുള്ളതാണ് ഓഫ് കോഴ്സ് നമ്മുടെ മെയിൻ സാധനം. അത് നമുക്ക് ആദ്യം നോക്കാം. ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗലാക്ടസ് ആയിട്ടുള്ള ഫൈറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം 4 വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ 4 വർഷത്തിന് ശേഷം ആ കൊച്ചൊക്കെ ഫ്രാങ്ക് റിച്ചർഡ്സ് കുറച്ചുകൂടി ഒന്ന് വലുതായി നമ്മുടെ സൂസൻ സ്റ്റോം ആ കൊച്ചിന് ഒരു ബുക്കൊക്കെ വായിച്ചു കൊടുത്തിട്ട് അങ്ങനെ പുള്ളിക്കാരത്തി ഒരു ബുക്ക് വെച്ചിട്ട് വേറൊരു ബുക്ക് പോയി എടുത്ത് വരുമ്പോൾ ആരോ അവിടെ എന്തോ ഒരു ടെലിപ്പോർട്ടേഷൻ പോലെ ഓപ്പൺ ആയ പോലെ ഒരു സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം. അങ്ങനെ ആരുടെ ഈ വന്നെന്ന് പറഞ്ഞിട്ട് ഒരു അവയർനെസ്സോടുകൂടി ആരുടെ ഇവനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു രീതിക്ക് പവേഴ്സും കൊണ്ടായിരിക്കും നമ്മുടെ സൂസൻ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്നത് ആര്? ഓഫ് കോഴ്സ് നമ്മുടെ ഫ്രാങ്ക്ലിൻ ആരുടെ മുഖത്ത് പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ആരുടെ? ഡോക്ടർ ഡൂമിൻ്റെ തന്നെ. ആക്ച്വലി ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഡൂംസ്ഡേയുടെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള റൂസോ ബ്രദേഴ്സിനെയാണ്. സോ ഡയറക്റ്റായിട്ട് ഇത് ഡൂംസ്ഡേ ആയിട്ട് കണക്റ്റ് ആവാൻ പോവാണ്. ഇനിയുള്ള ചോദ്യങ്ങളാണ് ഇതെങ്ങനെ നമ്മുടെ തണ്ടർ ബോൾട്സിൻ്റെ ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനുമായിട്ട് കണക്റ്റ് ആവുന്നത്, എങ്ങനെ ഈ ഡൂം ഇവിടെ എത്തി, ശരിക്കും ഈ ഡൂം ഈ യൂണിവേഴ്സിൽ തന്നെ ഉള്ളതാണെന്നൊക്കെ അതിനുള്ള ഉത്തരങ്ങളാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഈ ഡൂം ഈ യൂണിവേഴ്സിൽ തന്നെ ഉള്ള ആളാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഒരു 50% നമുക്ക് ഏതാണ്ട് കൺഫേം ചെയ്യാം ഈ ഡൂം ഈ യൂണിവേഴ്സ് ഈ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ യൂണിവേഴ്സിൽ തന്നെ ഉള്ളതാണെന്ന്. കാരണം 50% എന്ന് പറയുന്നത് ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്ത പോലെ ഒരു സൗണ്ട് ഞാൻ കേട്ടെന്ന് പറഞ്ഞല്ലോ. ചിലപ്പോൾ ടി വിയിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ആയിട്ട് ഇങ്ങനെ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു കൊച്ചുണ്ട്, ആ കൊച്ചിനെ തപ്പാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡോക്ടർ ഡൂം വന്നതുമായിരിക്കാം മൾട്ടിവേഴ്സിനെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ യൂണിവേഴ്സിൽ തന്നെ ഉള്ളതാവാന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ തന്നെ ഒരു മിഡ് പോയിന്റിൽ നമ്മുടെ ഈ എല്ലാ ഗവൺമെൻറ്റുമായിട്ടൊക്കെ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ സംസാരിക്കുമ്പോൾ അവിടെ ഒരു ചെയർ മാത്രം കാലിയായിരിക്കും ഒരു കൺട്രിയുടെ. വേറെ ഒരു കൺട്രി അല്ല, ലാറ്റ്വീരിയാണ്. ആ ലാറ്റ്വീരിയാണ് നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ കൺട്രി. സോ ആ ഒരു യൂണിവേഴ്സിൽ ലാറ്റ്വീരിയ ഉണ്ട്. സോ അതിൻ്റെ ലീഡറായിട്ട് ഉണ്ടായിരിക്കേണ്ടത് ഡോക്ടർ ഡൂമിനെയാണ്. കാരണം ഡോക്ടർ ഡൂമാണ് ലാറ്റ്വീരിയുടെ ലീഡർ. അത് ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ കാണിച്ചിട്ടുള്ളത് തന്നെ. മാത്രമല്ല ഒരു കാര്യം നമ്മുടെ റീഡ് റിച്ചർഡ്സ് വേൾഡിനോട് മൊത്തം പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഗലാക്ടസ് ഈ നമ്മുടെ വേൾഡിനെ തന്നെ വെറുതെ വിടണമെങ്കിൽ അവന് പകരമായിട്ട് വേണ്ടത് നമ്മുടെ കൊച്ചിനെയാണെന്ന്. സോ ഈ വേൾഡിനെ തന്നെ പകരമായിട്ട് വിടാൻ വേണ്ടിയിട്ട് ഈ കൊച്ചിനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് മാത്രം പവർഫുള്ളായിട്ട് ഈ കൊച്ചിൻ്റെ അടുത്ത് എന്താ ഉള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ ഡോക്ടർ ഡൂം ഈ വന്നതായിരിക്കാം കൊച്ചിൻ്റെ അടുത്തേക്ക്. നമ്മുടെ RDJ ഡോക്ടർ ഡൂമായിട്ട് വന്നപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ പ്രൊമോഷനിലൊക്കെ കാണിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ന്യൂ മാസ്ക് സെയിം ടാസ്ക് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ RDJ അയൺമാൻ ആയിരുന്നപ്പോൾ പുള്ളിയുടെ ടാസ്ക് എന്തായിരുന്നു? വേൾഡിന് മൊത്തം ഒരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്തിട്ട് എർത്തിനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരുന്നു പുള്ളിയുടെ ടാസ്ക്. ചിലപ്പോൾ ഈ ഡോക്ടർ ഡൂമായിട്ടുള്ള ഈ RDJക്കും അത് തന്നെയായിരിക്കും ടാസ്ക്. അതായത് പുള്ളി എല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ താനോസിനെ പോലെ തെറ്റായിട്ടുള്ളൊരു മാർഗത്തിൽ കൂടെ ചിലപ്പോൾ ശ്രമിക്കുന്നതായിരിക്കാം. പിന്നെയുള്ള അടുത്ത ചോദ്യമാണ്, അതായത് ഇത് എങ്ങനെ നമ്മുടെ ആ തണ്ടർ ബോൾട്സിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനുമായിട്ട് കണക്റ്റ് ആവുന്നുള്ളത്. ആക്ച്വലി നമ്മുടെ തണ്ടർ ബോൾട്സിൻ്റെ ആ യൂണിവേഴ്സിലേക്ക് ഈ ഫാന്റാസ്റ്റിക് ഫോർ വരുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നമ്മുടെ മെയിൻ മാർവൽ എർത്ത് എന്ന് പറയുന്നത് എർത്ത് 616 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമിക്കിലും ഒരു ആങ്കർ പോയിന്റ് പോലെയാണ്. അതായത് മൊത്തം ഒരു മിഡിലുള്ള പോലത്തെ ഒരു എർത്താണ് മൾട്ടിവേഴ്സിലെ തന്നെ എർത്ത് 616. സോ അവിടെ നിന്നിട്ടായിരിക്കും
മിക്കവാറും എല്ലാ കാര്യങ്ങളും എല്ലാവരും മൾട്ടിവേഴ്സിനെ നശിപ്പിക്കാൻ പോകുന്ന ആൾക്കാർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടിയിട്ട് ആ ഫ്രാങ്ക്ലിനെയും കൊണ്ടിട്ട് നമ്മുടെ ഡോക്ടർ ഡൂം അവിടെ നിന്ന് എസ്കേപ്പായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ എർത്ത് 616-ലേക്കായിരിക്കും. അങ്ങനെ പുള്ളിനെ ഫോളോ ചെയ്തിട്ട് പുള്ളിനെ ട്രാക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ളതായിരിക്കണം നമ്മുടെ ആ ഫെൻറ്റാസ്റ്റിക് ഫോർ. അതായിരിക്കും നമ്മുടെ ആ തണ്ടർ ബോൾട്സിൻ്റെ ആ ട്രെയിലറിൽ ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കണ്ടിട്ടുള്ളത്. ഇനി കൃത്യമായിട്ട് ഇവരെങ്ങനെ നമ്മുടെ എർത്ത് 616-ലേക്ക് നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോർ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ആ ഒരു 60s കാലഘട്ടത്തിലാണെങ്കിലും ഫ്യൂച്ചർ ടെക്നോളജി തന്നെ അവർ ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അതായത് ലൈറ്റ് സ്പീഡ് വരെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ട്രാവൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ആ യൂണിവേഴ്സിലുള്ള നമ്മുടെ റീഡ് റിച്ചർഡ്സിനൊക്കെ അറിയാം. മൾട്ടിവേഴ്സൽ ട്രാവലിനെ കുറിച്ചൊക്കെ പുള്ളി റിസർച്ച് ചെയ്തിരിക്കുന്നതെന്നും നമുക്കറിയാം. സോ പുള്ളി ചിലപ്പോൾ ബ്ലാക്ക് ഹോൾ വെച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ മൾട്ടിവേഴ്സൽ ഡൈമെൻഷണൽ ട്രാവൽ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ നമ്മുടെ ഡോക്ടർ ഡൂമിനെ ഫോളോ ചെയ്തിട്ട് എർത്ത് 616-ലേക്ക് പുള്ളി വന്നിട്ടുള്ളത്. ചിലപ്പോൾ അവരുടെ മകനെ തപ്പി തന്നെയായിരിക്കും. അതായത് ഇൻഫിനിറ്റി സാഗരൊക്കെ എങ്ങനെയാണ് ഇൻഫിനിറ്റി സ്റ്റോൺ വെച്ചിട്ട് അതുള്ളത് ആരാണോ പവർഫുൾ ആയിട്ടുള്ളത് അതുപോലെ ആയിരിക്കും ചിലപ്പോൾ ഈ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സ്. അതായത് ഈ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സ് ആരുടെ ഭാഗത്താണോ അവനായിരിക്കും ചിലപ്പോൾ ഈ മൾട്ടിവേഴ്സിനെ കോൺക്വർ ചെയ്യാനോ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമായിട്ടുള്ളത്. പിന്നെ നമ്മുടെ ലോക്കിയും. കാരണം നമ്മുടെ ലീക്ഡ് സ്ക്രിപ്റ്റ് കാങ് ഡൈനസ്റ്റി ഇറങ്ങാനിരുന്ന ലീക്ഡ് സ്ക്രിപ്റ്റിലൊക്കെ മെയിനായിട്ട് നമ്മുടെ ലോക്കിക്കൊക്കെ മെയിൻ റോൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഈ ഡൂംസ്ഡേയിലും നമ്മുടെ ലോക്കിക്കും ഈ ഫ്രാങ്ക്ലിനും ആയിരിക്കും മെയിൻ റോള്. അപ്പോൾ ഇനി എന്തൊക്കെയാവുന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. സോ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.